ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. അപ്പം മക്കളെ ഉഷാറായിട്ട് പഠിക്കണുണ്ടല്ലോ അല്ലേ? ഒരു ദിവസം പോലും കളയാതെ പഠിച്ചോണം കേട്ടോ. കുറച്ച് ദിവസം കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ മക്കളെ, നമ്മുടെ നെക്സ്റ്റ് ഷുവർ ക്വസ്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുവാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. 3 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്ക് വിട്ട് കളയൽ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നത് ഈ ഒരു സാധനം കണ്ടാൽ മനസ്സിലാക്കണം, ഇത് നമ്മളെവിടെ പഠിച്ചതാണല്ലോ, അന്ന് സാർ ഇങ്ങനെ പറഞ്ഞതാണല്ലോ, ഇത് ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ തരുവാണെങ്കിൽ ഓർത്തോണം നമ്മൾ പഠിച്ച സാധനമാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ. എല്ലാവരും, തോറ്റ എല്ലാ കുട്ടികളും ജയിക്കണം. അതിനുള്ള ഒരു എഫേർട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളും അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ സാധനം കണ്ടല്ലോ, ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെയുള്ള നമ്പർ നോക്കി, കണ്ണൂർ നോക്കിയടാ, ഏതാണ് നമ്പർ? 0 എന്ന് ഇവിടെ എഴുതുക. അതൊക്കെയാണോ? ഇവിടെ ഏത് നമ്പറാണ് തരുന്നത് അത് ഇവിടെ അങ്ങ് എഴുതി വയ്ക്കുക. 0 ആണെങ്കിൽ 0 കുറച്ച് നല്ല വൃത്തിക്ക് എഴുതാം. ഓക്കെ, 0. ഇനി നോക്കേണ്ട കാര്യം, 0ൻ്റെ ഇപ്പുറത്ത് 0ൻ്റെ ഇങ്ങോട്ടേക്കല്ലേ കൂർത്തിരിക്കണത്? ഏത് സൈഡിലേക്കാണ് കൂർത്തിരിക്കണത്? ഈ സൈഡിലേക്കല്ലേ കൂർത്തിരിക്കണത് എന്ന് പറഞ്ഞാൽ 0-നോട് ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞത് ഈ വശത്തെ ഫംഗ്ഷനാണ് ഇത്. എന്തുവാ? x+2. അപ്പം ഇവിടെ x+2 എന്ന് എഴുതി. ഇനി 0ൻ്റെ അങ്ങോട്ട്, അപ്പോൾ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലെ ആളാണ് ഇവൻ, -x+2. ഇത് രണ്ടും എഴുതി ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത് രണ്ടും ഓക്കെ ആണോ? നോക്കിക്കോണം. ഒന്നുകൂടെ പറയാം. 0യുടെ ഇപ്പുറത്ത് ഇങ്ങോട്ടേക്കാണ്, സോ 0യുടെ ഇപ്പുറത്തുള്ളവനാണ് ഇവൻ. ഇനി അപ്പുറത്ത് 0യുടെ അങ്ങോട്ടേക്ക് നിൽക്കുന്നവനാണ് ഇവൻ. ഇപ്പോൾ 2 സൈഡിലായിട്ട് എഴുതി. ഓക്കെ? ഇനി നമ്മൾ ചെയ്യാൻ പോണേ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണേ. അതിനുവേണ്ടി LHL എന്ന് പറയുന്നൊരു സാധനമുണ്ട്. LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റ്. 0യുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കണം ഇവനല്ലേ, അവൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ പരിപാടി. നോക്കിക്കോണേ. അതിന് ചെറിയൊരു പരിപാടിയുണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. ഇതിങ്ങനെയാണ് അത് എഴുതുന്നത്. LIM, ലിമിറ്റ് എന്നാണ് വായിക്കുന്നത്. ലിമിറ്റ് x→, ഇതെല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്താണ്? LIM എന്ന് എഴുതണം. എന്നിട്ട് അതിൻ്റെ താഴെ എക്സിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വര ഇടണം. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, x→2 എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലിമിറ്റ് ഞാൻ വായിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ലിമിറ്റ് LIM ലിമിറ്റ് എന്നാണ്. x→2 എന്ന് പറയുമ്പോൾ ടെൻഡ് ചെയ്യുന്നു, അടുക്കുന്നു. x→2 ഏതാണ്? 0. അപ്പോൾ ഇവിടുത്തെ പോയിന്റ്, ഇവിടുത്തെ വാല്യൂ ഏതാണ്? അതാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്, 0. ഇതെല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലിമിറ്റ് x→0. ശ്രദ്ധിക്കേണ്ട കാര്യം, 0യുടെ ഇടത് സൈഡിലെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ് അല്ലേ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇടുക. അത് -0 എന്നല്ല, ഇടത് സൈഡിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മോളിൽ കൊണ്ട് മൈനസ് ഇടുന്നത്. 0 മൈനസ് ഇടുക, എന്നിട്ട് f(x) എന്നും കൂടെ എഴുതുക. ഇതാണ് എല്ലാ ക്വസ്റ്റ്യനിലും വേണ്ടത്. ഓക്കെ? എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 0 ഇട്ടു, ഇടത് സൈഡ് ആയതുകൊണ്ട് മോളിൽ മൈനസ് ഇട്ടു. f(x) അത് കണ്ടുപിടിക്കാൻ പോവാണേ. ഈക്വൽ ടു ലിമിറ്റ്, ബാക്കിയെല്ലാം പഴയ പോലെ, x→0 മൈനസ് 0യുടെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ ആരാടാ? x+2. ഇനി മക്കളെ അതേ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. 0 എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. 0 എടുത്ത് എക്സിന് പകരം അങ്ങ് ഇട്ട് കൊടുക്കുക. 0 എടുത്ത് നേരെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ 0+2. ഈ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം എഴുതണ്ട കേട്ടോ. ഈ കൂടെയുള്ള ലിമിറ്റ് x→2 ആ 0 വരെ, 0 ഇട്ട് കൊടുക്കുന്ന വരെ ലിമിറ്റ് കൂടെ ഉള്ളൂ. പിന്നെ ലിമിറ്റ് അങ്ങ് പോകും. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് എഴുതേണ്ട കാര്യമില്ല. 0യും 2 കൂടെ കൂടി എത്രയാണ്? 2. LHL കിട്ടിയില്ലേ? ഇനി നമുക്ക് RHL കണ്ടുപിടിക്കാം. RHL എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. LHL ലെഫ്റ്റ് ആണെങ്കിൽ RHL റൈറ്റ്. റൈറ്റിലുള്ള ആൾ ആരാണ്? ദിവനല്ലേ. അപ്പോൾ നമ്മൾ എഴുതേണ്ട എങ്ങനെയാണ്? നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ലിമിറ്റ് x→2, മറ്റേ 0 മൈനസ് ആണെങ്കിൽ 0+ വലത് സൈഡ്, 0+ f(x) കണ്ടുപിടിക്കാൻ പോവാണേ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x→2 0+, 0യുടെ വലത് സൈഡിലുള്ള ആൾ ആരാടാ? അതേ നോക്കിയേ, -x+2. നീ എന്ത് ചെയ്യണം? 0 എടുത്ത് നേരെ എക്സിന് ഇട്ട് കൊടുക്ക്. അപ്പോൾ എന്ത് വരും? -0+2. -0 എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. -0യും 0 അല്ല, 0യ്ക്ക് അങ്ങനെ സൈനൊന്നും ഇല്ലല്ലോ. അപ്പോൾ -0 എന്ന് പറഞ്ഞാൽ 0, 0+2 എന്ന് പറഞ്ഞാൽ 2. മക്കളെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആളല്ലേ കിട്ടിയ? 2 അല്ലേ? എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ 0യുടെ ലെഫ്റ്റിലെയും റൈറ്റിലെയും എന്ന് പറഞ്ഞാൽ
സീറോയുടെ അയൽക്കാർ രണ്ടുപേരും സെയിം ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം LHL ഈക്വൽ ടു RHL. LHLും RHLും സെയിം ആണ്. ദെയർഫോർ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവിടെ? സീറോയിൽ. ഇത്രയുള്ള പരിപാടി. സീറോയുടെ അയൽക്കാർ രണ്ടുപേരും സെയിം ആണ്. ഇവിടെ ഇപ്പോൾ 2ന് പകരം വേറെ വല്ലവരെയും കിട്ടിയെന്ന് വെച്ചോ, കണ്ടിന്യൂസ് അല്ല. അയൽക്കാർ രണ്ടാൾക്കാരാ പ്രശ്നമാണ്. സീറോയുടെ അയൽക്കാർ രണ്ടുപേരും ഒരേ ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളിത് ഇങ്ങനെ ഒരു സ്ഥാനം വരയ്ക്കണം. വരച്ചു. എന്നിട്ട് ഇവിടുത്തെ നമ്പർ കണ്ണു തുറന്ന് നോക്കുക. എത്രയാണ്? 1. അത് എഴുതി. ഇത്രയും വരെ ഓക്കെ അല്ലേ? 1 നന്നായിട്ട് എഴുതും. 1. ഇനി 1ൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കണ ആരാണ്? 1ൻ്റെ ഇപ്പുറത്തേക്ക് കൂർത്തിരിക്കണത് ഇവൻ ഇപ്പുറ സൈഡാണ്. അപ്പം x⁻10 - 1. ഇനി 1ൻ്റെ അപ്പുറത്തെ സൈഡ് ആരാണ്? അപ്പുറത്തെ സൈഡ് ആരാണ്? x². ഇത്രയൊക്കെ അല്ലേ? നമുക്ക് LHL കണ്ടുപിടിക്കാം. LHL എങ്ങനെയാണ് എഴുതേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ഇവിടെ ആരാണ്? 0 അല്ല, ഇവിടെ 1 ആണ്. അപ്പോൾ 1 - 1ൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണേ. ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - 1ൻ്റെ ഇടത് സൈഡിലെ ആൾ ആരാണ്? x⁻10. അപ്പോൾ x⁻10 - 1 അത്രയും ഉണ്ടല്ലേ. ഇനി എക്സിന് പകരം 1 ഇട്ട് കൊടുക്ക്. എക്സിന് പകരം 1 ഇട്ട് കൊടുക്കടാ. എക്സിന് പകരം 1 ഇട്ട് കൊടുത്തു. 1⁻10 - 1. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് മക്കളെ. ഈ 1ൻ്റെ മുകളിൽ മൈനസ് ഇടുക എന്ന് പറഞ്ഞാൽ -1 എന്നല്ല. 2ൻ്റെ മുകളിൽ മൈനസ് ഇടുക എന്ന് പറഞ്ഞാൽ -2 എന്നല്ല. 2ൻ്റെ ഇടത് സൈഡിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ക്ലിയർ ആണോ? നമ്മളിപ്പോൾ തലയിൽ തൊപ്പി വെക്കത്തില്ലേ, ആ ഒരു കൺസെപ്റ്റ്. ഇവൻ്റെ തലയെ കൊണ്ടൊരു സാധനം വെച്ച് തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇവിടെ കൊണ്ട് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അവൻ വലത് സൈഡിലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ കൊണ്ട് മുകളിൽ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ഇടത് സൈഡിൽ അവനാന്ന് കാണാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആരാണോ? 1. ഇവനെ തന്നെയാണ്. തൊപ്പി വെച്ചിട്ട് വേണം അവൻ ഇട്ട് കൊടുക്കാൻ. 1നെ മാത്രമേ എടുത്ത് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ 1⁻10. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. 1⁻10. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. 1 എത്ര പ്രാവശ്യം ഇൻഡ്യൂ ചെയ്താലും എത്ര തന്നെയാണ്? 1 × 1 × ഇതിൻ്റെ മീനിങ് 1⁻10 എന്ന് പറഞ്ഞാൽ 1 10 തവണ ഇൻഡ്യൂ ചെയ്ത് നോക്ക്. 1 × 1 1, വീണ്ടും 1 × 1 1, 1 × 1 എത്ര തവണ ഇൻഡ്യൂ ചെയ്താലും 1 തന്നെ അല്ലേടാ? 10 തവണ ഇൻഡ്യൂ ചെയ്താലും 1 തന്നെ. 1 - 1 എത്രയാ? 1 ൽ 1 കുറച്ചാൽ 0. LHL കിട്ടി. നമുക്ക് RHL കണ്ടുപിടിക്കാം. RHL എങ്ങനെയാണ് നമ്മുടെ നൊട്ടേഷൻ? അത് സിമ്പിളായി ഇപ്പോൾ നമുക്കല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1ൻ്റെ വലതുപക്ഷക്കാരൻ. 1ൻ്റെ വലതുവശത്തിരിക്കുന്ന ആരാണ്? x². വേണമെങ്കിൽ f(x) എന്നും കൂടെ എഴുതാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. അപ്പോൾ സ്റ്റെപ്പ് കൂടും. ലിമിറ്റ് f(x) എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ് കേട്ടോടാ. 1 + വലതുപക്ഷക്കാരനാരാണ്? x². ഇനി 1 എടുത്ത് നേരെ നമ്മുടെ എക്സിന് വരെ ഇട്ട് കൊടുക്ക്. 1². ഈ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലിമിറ്റ് അങ്ങ് ഇല്ലാതാകും. അപ്പോൾ 1² എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1ൻ്റെ സ്ക്വയർ 1. LHLും RHLും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതി വെക്കാം LHL ഈക്വൽ ടു RHL. Therefore F is continuous at x = 1. x = 1ൽ കണ്ടിന്യൂസ് ആണ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു എന്ന് എഴുതും. ഈക്വൽ അല്ല, അതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് അല്ല. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? കണ്ടിന്യൂറ്റിക്കകത്തെ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ മെയിൻ എക്സാമിന് ചോദിച്ചില്ലായിരുന്നു. ഈ ഒരു ടൈപ്പ് ഇത്തവണ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് വിട്ടുകളയിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടി 2 ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുവാണ്. ഈ 2 ക്വസ്റ്റ്യൻ 1, 2 എന്ന് പറഞ്ഞ് എഴുതി കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യേണ്ട വേറൊന്നുമല്ല, കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്ന നമ്പറും കൂടെ വേണേൽ കമൻറ്റ് ചെയ്തോ. 2 ആണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ 2 1 കിട്ടിയത്, അത്രയെന്നും കൂടെ കമൻറ്റ് ചെയ്തോ. ഞാൻ നോക്കിയിട്ട് പറയാം. കണ്ടിന്യൂസ് ആണ് അല്ല എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂറ്റി പഠിക്കുന്നത്. ഇത്രയും സിമ്പിളായ ചാപ്റ്റേഴ്സാണ് കേട്ടോ നമ്മുടെ +2-ലുള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ മക്കളെ? അത് തിരിച്ചറിയിക്കടാ. ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് അറിയിക്കുക. നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നമ്മുടെ ബാച്ചിൽ ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾ മക്കളെ, കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാർ ഇപ്പോൾ ബാച്ച് ചെയ്താൽ നമുക്ക് പഴയ ക്ലാസ്സുകളെ കിട്ടുമോ? ക്ലാസ്സുകളൊന്നും അവിടെ പോയിട്ടില്ല. 1ാമത്തെ ക്ലാസ് തൊട്ട് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഫുൾ ഇതിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ ചെയ്യണം. അതേപോലെ അല്ല, ക്ലാസ് കറക്റ്റ് പക്ക ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് സെറ്റാക്കി ക്വസ്റ്റ്യൻസ് തന്ന് അതിൻ്റെ ആൻസർ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ദിവസങ്ങളിൽ പഠിച്ചു പോകും. ഞാൻ കുറേ വീഡിയോസൊന്നും ചെയ്യത്തില്ല, 1 2 വീഡിയോസ് മാത്രമേ ഒരു ദിവസം അപ്ലോഡ് ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്ന ബാച്ചാണ് നമ്മുടെ
ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾ മക്കളെ ഉടനെ തന്നെ ഹായ് നയിക്കുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഒന്നും നോക്കാനില്ല, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഒന്ന് അറിഞ്ഞാൽ കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.